അതിന് മുമ്പുള്ള ക്ലാസ്സിൽ പ്രതിമാസത്തിൽ പ്രത്യേകമായിട്ട് ദുആ ചെയ്യേണ്ടതും പറയേണ്ട ദിക്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്നലെ തുടങ്ങി വെച്ചത് നോമ്പിനെ കുറിച്ചിട്ടാണ്. നോമ്പിന്റെ മഹത്വം പറയുമ്പോൾ ഒരു ദിവസം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തു കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. പർവ്വതം സാധാരണ പർവ്വതമല്ല. പർവ്വതം എത്രമാണ്, ഗുഡ്ഡ എത്രമാണ്, ഇതല്ല, നല്ല പ്രകാശിക്കുകയാണ് ആ പർവ്വതം. ആ പർവ്വതത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പ്രകാശം അടിച്ചു വീശുകയാണ്. ആ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോവുകയാണ്. അപ്പോൾ ഈ പർവ്വതം കണ്ടപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് അത്ഭുതമായി. എന്തൊരു പർവ്വതമാണ്! എത്രയോ പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതം പോലെയല്ല. ഈ പർവ്വതത്തിന്റെ ഭാഗത്ത് ഒരു പ്രകാശം അടിച്ചു വീശുകയാണ്. അപ്പൊ റബ്ബിനോട് ദുആരന്നു, അല്ലാഹുവേ, ഈ പർവ്വതത്തിലൊട്ടിക്ക് എനിക്ക് പളക്ക പറയാനുള്ള ചാൻസ് തന്നെങ്കിൽ, ഈ പർവ്വതവുമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് നീ തന്നിരുന്നെങ്കിൽ എന്ന് റബ്ബിനോട് ദുആ ചെയ്തു. അപ്പോ ആ പർവ്വതം സംസാരിക്കുകയാണ്. ആ ഗുഡ്ഡ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പളക്ക പറയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാം അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തു. അത്ഭുതകരമായ പർവ്വതം, ഈ പർവ്വതവുമായിട്ട് സംസാരിക്കാൻ, ഈ പർവ്വതവുമായിട്ട് പളക്ക പറയാനുള്ള ഒരു ചാൻസ് കിട്ടിയെങ്കിൽ, അപ്പോഴാണ് പർവ്വതം, യാ റൂഹുല്ലാഹ്, ഓ ഈസാ നബി അലൈഹിസ്സലാമേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് ആ പർവ്വതം ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ജവാബ് കൊടുക്കുന്നത്, അതിലേക്ക് കൊടുക്കുന്ന മറുപടി, അതാ നിന്റെ വിശേഷത്തെ എന്താണ്, നിന്റെ ശരീരത്തിലുള്ള, നിന്റെ പള്ളയിലുള്ള വിവരങ്ങൾ എന്താണ്, അതൊന്നും നിനക്ക് ചൊല്ലു തർമ്മോ? കാരണം നിന്റെ ഭാഗത്ത് പ്രകാശം അടിച്ചു വീശുകയാണ്. ചുറ്റുഭാഗത്ത് എത്രയോ ഗുഡ്ഡകളുണ്ട്, ആ ഗുഡ്ഡലൊന്നും കണ്ടോണ്ടില്ല. അതേ സമയത്ത് നിന്റെ അത്ഭുതം എന്താണ്, നിന്റെ പള്ളയിൽ കടക്കുന്ന അത്ഭുതങ്ങൾ എന്താണ്, ഒന്ന് ചൊന്നു തർമ്മോ? അപ്പോ ആ പർവ്വതം പറയുകയാണ്, എൻ്റെ പള്ളയിൽ, എൻ്റെ ഉൾഭാഗത്ത്, എൻ്റെ പള്ളയിൽ ഒരു മനുഷ്യൻ ജീവിച്ചു കൊണ്ടുണ്ട്. എൻ്റെ പർവ്വതമാകുന്ന എൻ്റെ പള്ളന്റെ ഉൾക ഒരാള് ഹയാത്തോട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം റബ്ബിനോട് ദുആരന്നു, അല്ലാഹുവേ, ആരാണ് ആ മനുഷ്യൻ? ഈ പർവ്വതത്തിന്റെ ഉൾഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആരാണ്? അയാളെ ഒന്ന് പുറത്തു കൊണ്ടുവന്നു. റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അയാളെ ഒന്ന് എന്താക്കണം, പുറത്തു കൊണ്ടുവരണം അല്ലാ. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ആ പർവ്വതം രണ്ട് പിളർപ്പാവുകയാണ്. ആ പർവ്വതം, ആ ഗുഡ്ഡ രണ്ട് ഭാഗമാവുകയാണ്. ആ പർവ്വതത്തിന്റെ ഉൾഭാഗത്ത് ഒരാൾ പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നീ ആരാണ്? നീ ആരാണ്? നീ ഇവിടെ വെച്ച് ജീവിച്ചിരിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ 600 കൊല്ലമായി പർവ്വതത്തിന്റെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബിനിക്ക് ജീവനോട് കൂടി 600 വർഷമായി പർവ്വതത്തിന്റെ ഉൾഭാഗത്ത് ഇബാദത്ത് ചെയ്യുന്നത്. ഞാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു സമുദായത്തിൽപ്പെട്ട, ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറാണ്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അല്ല അല്ലാ, ഇയാളെക്കാളും മഹത്വമുള്ള അയാള് പറയുകയാണ്, ഞാൻ 600 കൊല്ലമായി ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ ഇബാദത്ത് എടുക്കുന്നത്. എനിക്കൊരു ആഗ്രഹമാണ്, ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടൊരു മെമ്പറാവണം. അവസാനത്തെ നബിയാകുന്ന മുത്തുനബിന്റെ
ഉമ്മത്തികളെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി റബ്ബിനോട് ഞാൻ ദുആ ചെയ്തു. ആ ദുആ കാരണം എന്നെ ഈ പർവ്വതത്തിന്റെ ഉൾഭാഗത്ത് അല്ലാഹു തആല ഹയാത്തോടെ ബാക്കിയാക്കിയിട്ടുണ്ട്. 600 കൊല്ലമായി. ഇനിയും റസൂലുള്ള വരാൻ കൊല്ലങ്ങളുണ്ട്. അപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അത്ഭുതമായി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമുദായത്തിൽ പെടാൻ വേണ്ടി ദുആ ചെയ്തു ഇയാള്. ആ ദുആന അല്ലാഹ് സ്വീകരിച്ചു. അതിന് വേണ്ടുന്ന വ്യവസ്ഥകൾ അല്ലാഹു തആല അദ്ദേഹത്തിലേക്ക് ഈ പർവ്വതത്തിന്റെ ഉൾഭാഗത്ത് ചെയ്തു കൊടുത്തു. അപ്പൊ എത്ര നല്ല മനുഷ്യനാണ്, എത്ര നല്ല വ്യക്തിയാണ്, എത്ര ആദരവുള്ള ആളാണ് ഇയാള്. അപ്പൊ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ല അല്ലാ, യാ റബ്ബി ഹൽ അലാ വജ്ഹിൽ അർളി അക്റമു അലൈക മിൻ ഹാദാ. അല്ല അല്ലാ, ഈ ഭൂമി ലോകത്ത് ഇയാളെക്കാളും ഖൈറായ ഒരാള്, ഇയാളെക്കാളും ബഹുമാനമുള്ള ഒരാള്, ഇയാളെക്കാളും ആദരവുള്ള ഒരാൾ ഈ ഭൂമി ലോകത്തിനുണ്ടോ? ഭൂമി ലോകത്ത് ഇയാളെക്കാളും ഖൈറായ ആളുകൾ ബാക്കിയുണ്ടോ? അപ്പോഴാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനോട് റബ്ബാകുന്ന അല്ലാഹു തആല മറുപടി പറയുന്നത്, യാ ഈസാ മൻ സ്വാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിൻ റജബ് ഫഹുവ അക്റമു മിൻ ഹാദാ. ഓ ഈസാ നബിയെ, നിങ്ങൾ അറിയണോ, അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ അറിയണോ, ഇയാളെക്കാളും ബഹുമാനമുള്ള ആള്, ഇയാളെക്കാളും ആദരിച്ച ആള് ഈ ഭൂമി ലോകത്ത് വരാനുണ്ട്. അതാരാണെന്നറിയുമോ? ഹബീബായ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പടച്ച റബ്ബ് ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അതാ മൻ സ്വാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിൻ റജബ്. റജബ് മാസത്തിൽ ഒരു ദിവസം, റജബ് തിങ്കളിൽ ഒരു ദിവസമെങ്കിലും ഹബീബായ മുത്തുനബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് റബ്ബിന്റെ പ്രീതിയെ, റബ്ബിന്റെ തൃപ്തിയെ ആഗ്രഹിച്ച്, റബ്ബിന്റെ പൊരുത്തത്തെ ആഗ്രഹിച്ച് സുന്നത്ത് നോമ്പ് നോക്കിയാൽ ഫഹുവ അക്റമു മിൻ ഹാദാ. 600 കൊല്ലം ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ ഇബാദത്ത് ചെയ്ത, ഇത്രയും അനുഗ്രഹം ചെയ്ത ഇയാളെക്കാളും ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉമ്മത്തികൾ റജബ് മാസത്ത് ഒരു നോമ്പ് റബ്ബിന്റെ വജ്ഹിന് വേണ്ടി നോക്കിയാൽ അവൻ ഇദ്ദേഹത്തിനേക്കാളും അക്രമാണ്, ബഹുമാനമുള്ളവനാണ്, ആദരവുള്ളവനാണ്. അപ്പൊ റജബ് മാസം മുഴുവൻ നോമ്പ് നോക്കുന്ന ആള് നമ്മളെ കൂട്ടത്തിലുണ്ട്. റമളാനിൽ 3 നോമ്പ് 5 നോമ്പ് നോക്കുന്നവരുണ്ട്. ഒന്നുമായില്ലെങ്കിലും 27ാമത്തെ ദിവസം, ഇസ്രാഉം മിഅ്റാജും നടന്ന 27ാമത്തെ ദിവസം, അന്നെങ്കിലും ഒരു നോമ്പ് ഞങ്ങൾ നോക്കണം. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഈ റജബിൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഹബീബായ മുത്തുനബി പറയുന്നു, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിനെ ഒരു പ്രസവിച്ച ഒരു കിടാവുണ്ടല്ലോ, നഗ്നനായിട്ട് ഉരിയാനിയായിട്ടല്ലേ, ആ കിടാവിലേക്ക് ഒരു ഡ്രസ്സും ഉണ്ടാവുകയില്ല. ആ നിലക്കാണ് ഖിയാമത്ത് നാളിൽ കോടിക്കണക്കിന് വരുന്ന അല്ലാഹുവിന്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടുന്നത്. നമ്മളെ മേലെ ഒരു ഡ്രസ്സും ഇല്ല, ഒരു കഷ്ണം തുണി പോലും ഇല്ല. ആ നിലക്കാണ് ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആയിഷ ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമോ? ആണും പെണ്ണും ഒരേ മജ്‌ലിസിൽ നഗ്നന്മാരായിട്ട് ഉരിയാനിയായിട്ട് എല്ലാരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമോ? എന്നിട്ട് ആയിഷ ഉമ്മ ചോദിച്ചു, അല്ല നബിയേ, ആ കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഡ്രസ് ഇട്ടിട്ട് തുണി ഉടുത്തോണ്ട് ഉള്ള ആളുമാരുള്ളാരാ? ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. റഹ്മാനുർ-റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനേ.
പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം. രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകൾ നീ തീർക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ജീവിതം തരണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം അല്ലാഹ്. എല്ലാ ഫിത്നയിൽ നിന്ന് മുസീബത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളെ പാനീയത്തിൽ വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. ലാഭങ്ങളെ ഏറ്റി തരണം അല്ലാഹ്. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ.